വി.ഡി. സതീശനെ കുറിച്ചിട്ട് എന്താണ് ഇപ്പൊ നിലവിൽ പറയാൻ പറ്റുന്നത്? പലരും ഇപ്പൊ ധാർഷ്ട്യം തുടങ്ങി വി.ഡി. സതീശൻ പൂക്കി ചിരി മാറി പൂക്കി മന്ത്രി അല്ല എന്നാണ് പറയുന്നത്. ഇപ്പൊ ധാർഷ്ട്യൊക്കെ തുടങ്ങിയെന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല. പൂക്കിച്ചിരി ഇപ്പൊ നമ്മള് സംസ്ഥാനത്ത് കണ്ടിടത്തോളം ഭംഗിയായ പോണത്. നവീൻ ബാബുവിന്റെ പുള്ളിക്കെതിരെ വിമർശിക്കുന്നവരെയൊക്കെ പുള്ളി കേസ് എടുക്കുന്നു, അധ്യാപകനെതിരെ കേസ് എടുത്തു, പിന്നീട് മാറ്റുകയും ചെയ്ത് അറിയേണ്ടതൊക്കെ അല്ല. ഇതൊക്കെ ഇപ്പൊ തൽക്കാലം ഈ 10-15 ദിവസമായ ഒരു മുഖ്യമന്ത്രിക്കെതിരെ നിലവിൽ ഭരിച്ചിരുന്നവർ കാണിക്കുന്ന ആക്ഷേപങ്ങളാണ്. അത് യാതൊരു കഥയില്ല. അതിനകത്ത് BJP കൂടി ചേർന്ന് മാത്രമേ ഉള്ളൂ. കേട്ടില്ല. BJP കോൺഗ്രസും കൂടി ഈ 15 ദിവസത്തോളം പ്രായമായ ഒരു മുഖ്യമന്ത്രിനെ കളിയാക്കുന്നതാണ്. അതൊരു കോൺഗ്രസ് BJP CPM അതാണ് അതിന്റെ കറക്റ്റ് രീതി. ഇഡിയെ കുറിച്ച് 12 തവണ ചോദിച്ചിട്ട് പുള്ളി ഒന്നും സംസാരിച്ചില്ല. അല്ല, ED അന്വേഷണം സതീശൻ അറിഞ്ഞിട്ടില്ലല്ലോ. സതീശന്റെ ഡൽഹിക്ക് ചെന്നപ്പോ അവര് കോടതി വിധി പ്രകാരമാണ് ഇവിടെ കയറിയത്. പുള്ളി അതിനെ കുറിച്ച് എന്തെങ്കിലും പറയണ്ടേ? സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിക്ക് പറയാൻ എന്തെങ്കിലും നമ്മളെ പോലെ സാധാരണക്കാർ വർത്തമാനം എന്തെങ്കിലും ചപ്പേ ചളവളെ പറയാൻ പറ്റില്ല. അവർക്ക് ആലോചിച്ച് പറയാൻ പറ്റുള്ളൂ. അതിന് സമയം കൊടുക്കണം. മൗനവ്രതത്തിലായിരുന്ന പഴയ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നല്ലോ, അപ്പൊ ഒന്നും പറഞ്ഞില്ല. ഇതൊന്നും പിണറായിയുടെ കൈകൾ ശുദ്ധമാണോ? ശുദ്ധമാണെങ്കിൽ ഈ പറഞ്ഞ് പേടിക്കണ്ട. പിണറായിക്കെതിരെ യാതൊരു കേസുമില്ല. ED വന്നത് ഈ പിണറായിയുടെ മോളുടെ പേരിലുള്ള കേസ് അന്വേഷിക്കാനാണ്. അതിന് പിണറായിയോ CPM-മാരോ ചേർന്ന് പേടിക്കണെന്തിനാ? പിണറായിക്കെതിരെ ഒരു കേസുമില്ല. ആ കേസ് അന്വേഷിക്കാനും അല്ല വന്നത്. അപ്പോൾ പിന്നെ ഇവർ കാണിക്കാൻ മടിയിൽ കനവില്ലെങ്കിൽ ഇവരിങ്ങനെ ഭയപ്പെടണോ? ഒരു കാര്യമില്ല ആ ഭയപ്പാടിൽ. അല്ല, ED ആക്രമിച്ചല്ലോ. ED വന്ന വാഹനം ആക്രമിച്ചതിനെ കുറിച്ച് ചേട്ടൻ എന്താ പറയാനുള്ളത്? ED ഒക്കെ കേന്ദ്രത്തിന്റെ ഓരോരോ സംവിധാനങ്ങളാണ്. അത് നിയമപരമായാണ് അവർ വന്നത്. അവരെ കയറി ആക്രമിക്കുക, വധിക്കാൻ ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഗുരുതരമായ കുറ്റമാണ്. അത് നിയമപരമായി തന്നെ അവർ നോക്കിക്കോളും. ഞാൻ ചോദിക്കുന്നത്, എൻ്റെ പേരിൽ യാതൊരു കുറ്റമില്ല എങ്കിൽ ഇവിടെ പോലീസുകാരെ എന്നെ ചോദ്യം ചെയ്യാൻ വന്നാൽ ഞാൻ കുറച്ച് ഗുണ്ടകളെയും കൊണ്ട് നേരിട്ട് കഴിഞ്ഞാൽ അത് ക്രമസമാധാന നിലയെ തകരാറിലാക്കില്ലേ? CPM ഗുണ്ടാനയാണോ ഇപ്പൊ കാണിച്ചത്? ഗുണ്ടാനയമല്ലേ. ഇതിനു മുമ്പ് കോടിയേരിയുടെ മകനെ ED വന്ന് അന്വേഷിച്ചപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഈ പിണറായി വിജയൻ എന്താ പറഞ്ഞത്? അത് നിയമപരമായി പോട്ടെ എന്നാണ് പറഞ്ഞത്. ആ നിലപാട് ഇത് ഇവിടെ എടുത്താൽ പോരായിരുന്നാ? വെറുതെ ED വന്ന് അന്വേഷിച്ച് അവർ കൂളായിട്ട് തിരിച്ചു പോയേനെ. ഈ കാണിച്ച കോലാഹലവും പ്രതിഷേധമൊക്കെ വെറുതെ ആയിരുന്നല്ലോ. ജനങ്ങൾക്കെല്ലാം അറിയാം. പഴയ പോലെ ഒന്നുമല്ല. ചെറിയ ചാനലാണെങ്കിലും വലിയ ചാനലാണെങ്കിലും എല്ലാ കാര്യങ്ങളും ജനങ്ങൾ ലൈവായിട്ട് കാണുന്നുണ്ട്. അവർക്ക് കാര്യങ്ങൾ ബോധ്യമാവും. വീണ വിജയൻ ആള് ശരിയല്ല. അത് ശരിയല്ല, തെറ്റല്ല എന്നുള്ളതൊക്കെ ഇപ്പോൾ വരും. കാര്യം അനധികൃതമായ സ്വത്ത് സമ്പാദനമാണ് അവരുടെ പേരിലെ ആക്ഷേപം. അതിന് അവരന്വേഷിക്കട്ടെ. ED അന്വേഷിക്കട്ടെ. ED അന്വേഷിച്ചിട്ട് കുറ്റക്കാരല്ലെങ്കിൽ അവർക്ക് EDക്കെതിരെ നമുക്ക് വേണമെങ്കിൽ കേസ് ഫയൽ ചെയ്യാമല്ലോ. അല്ലാതെ വെറുതെ വന്നിട്ട് ഒരു സംഘം 10 വന്നിട്ട് സ്ഥലത്തൊക്കെ റെയ്ഡ് ചെയ്യുക. ഇപ്പം അവർ മുദ്രവെച്ച കവറിനകത്ത് ഹൈക്കോടതിക്ക് മുമ്പായി അവർ അന്വേഷിച്ചതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ലേ? അപ്പോൾ അവരുടെ ഭാഗം, EDയുടെ ഭാഗം കറക്റ്റാണ്.